നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 297 എന്നാണ് റിപ്പോർട്ടുകൾ. ദുരന്തഭൂമിയിൽ ജീവനോടെ ഇനി ആരും ബാക്കിയില്ല. മൃതദേഹങ്ങളാണ് ഇനി കണ്ടെടുക്കാനുള്ളത്. ഇതിനിടയിൽ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരുമുണ്ട്. അവർക്ക് പറയാനുള്ളത് പേടിപ്പിക്കുന്ന അനുഭവങ്ങളുമാണ്. മുണ്ടക്കൈ പാടിയിൽ താമസിക്കുന്ന റമീനയ്ക്ക് പറയാനുള്ളതും അത്തരമൊരു അനുഭവമാണ്. വയനാട്ടിലെ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് കൈക്കുഞ്ഞുമായി ഇവർ രക്ഷപ്പെട്ടത്. പ്രസവത്തിനായിട്ടാണ് റമീന ചൂരൽമലയിലെ വീട്ടിലെത്തിയത്. കഴിഞ്ഞ വർഷം ലൈഫ് പദ്ധതിയിൽ പിതാവ് ആനമാറി ഇസ്മായിൽ പൂർത്തിയാക്കിയ കൊച്ചു വീട്ടിലായിരുന്നു താമസം. ഉമ്മ ഹൈറുനുസിയും റമീനയുടെ ഭർത്താവ് ഷംസീറും മകൻ ഷിറാസും സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നു. 3 മാസമാണ് റമീനയുടെ ഇളയ കുഞ്ഞിൻ്റെ പ്രായം. ദുരന്തത്തെക്കുറിച്ച് റമീന ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. പാതിരാത്രി വലിയ ശബ്ദം കേട്ട് ഉപ്പയാണ് ആദ്യം ഉണർന്നത്. അടുക്കള ഭാഗത്ത് പോയി നോക്കിയപ്പോൾ ഒരു വശം ഇടിഞ്ഞ് വെള്ളം അകത്തേക്ക് ഇരച്ചു കയറുന്ന സ്ഥിതി. എല്ലാവരും വിളിച്ചുണർത്തി ടെറസിലേക്ക് കയറി. അല്പസമയം കഴിയും മുൻപേ മുണ്ടക്കയിൽ നിന്ന് മൂത്ത മകളുടെ വിളിയെത്തി. വലിയ ഉരുൾപൊട്ടൽ സംഭവിച്ചു, സൂക്ഷിക്കണേ. നിമിഷങ്ങൾക്കുള്ളിൽ പ്രദേശമാകെ ചെളികൊണ്ട് നിറഞ്ഞു. ഇനി വീട്ടിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലായതോടെ ഉപ്പയും ഭർത്താവും ചേർന്ന് പിടിച്ചിറക്കി. ചെളിയും കല്ലും മരങ്ങളും ഒഴുകിയെത്തി. ഒന്നും മനസ്സിലാകാത്ത സ്ഥിതി. ചുറ്റുമിരുട്ട്, ഇടയ്ക്കിടെ കുത്തൊഴുക്ക്. എങ്ങനെയൊക്കെ സമീപത്തെ വീട്ടിലെത്തി. ഭാഗ്യത്തിന് ആ വീട് ഉരുൾ ബാക്കി വെച്ചു. സൈന്യമെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ആ വരവിൽ കണ്ട കാഴ്ചയിൽ കണ്ണിൽ നിന്ന് മായുന്നില്ല. അയൽക്കാരും ബന്ധുക്കളും ഉൾപ്പെടെ 24 പേരുടെ മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ മാറ്റുന്നത് ഞങ്ങൾ കണ്ടു. ഇനി ആ നാട് ഞങ്ങൾക്ക് വേണ്ട. ആ ഓർമ്മകളിലേക്ക് ഇനി മടങ്ങില്ല. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നിറങ്ങിയാൽ എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല എന്നും നിറകണ്ണുകളോടെ റമീന പറഞ്ഞു. അതിനിടെ വയനാട്ടിൽ വലിയ ഉരുൾപൊട്ടലുണ്ടാക്കിയ വ്യാപക നാശനഷ്ടം വെളിവാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഉരുൾപൊട്ടലിന് മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങളാണ് ലഭ്യമായത്. ഏകദേശം 86,000 ചതുരശ്ര മീറ്റർ ഭൂമിയിൽ മണ്ണിടിയുകയും അവശിഷ്ടങ്ങൾ 8 കിലോമീറ്ററോളം ഇരുവഞ്ഞിപ്പുഴയിലൂടെ ഒഴുകുകയും ചെയ്തു. NDTV ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇതേ സ്ഥലത്ത് പഴയ ഒരു ഉരുൾപൊട്ടലിൻ്റെ തെളിവ് കിട്ടിയിട്ടുണ്ട്. ISROയുടെ ഭാഗമായ ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് കേന്ദ്രം കാർട്ടോസാറ്റ് 3 ഒപ്റ്റിക്കൽ ഉപഗ്രഹവും റിസാറ്റ് ഉപഗ്രഹവും വഴിയാണ് ഉരുൾപൊട്ടൽ വിശകലനം ചെയ്തത്. സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നും ഇസ്രോ വിലയിരുത്തി. 2023 ISRO തയ്യാറാക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് ഓഫ് ഇന്ത്യ പട്ടികയിൽ വയനാടിനെ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്ത് ഉൾപ്പെടുത്തിയിരുന്നു. പട്ടികയിൽ വയനാട് 13ാം സ്ഥാനത്തായിരുന്നു. ആകെ ജനസംഖ്യ, വീടുകളുടെ എണ്ണം തുടങ്ങി സുപ്രധാന സാമ്പത്തിക സാമൂഹിക ഘടകങ്ങൾ പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയത്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗാണ് ഒന്നാമത്. 17 സംസ്ഥാനങ്ങളിലെ 147 ജില്ലകളുടെ പട്ടികയാണ് ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ തയ്യാറാക്കിയ ഇന്ത്യയുടെ മണ്ണിടിച്ചിൽ അറ്റ്ലസിലുള്ളത്. തൃശൂർ 3ാം സ്ഥാനത്തും പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ യഥാക്രമം 5, 7, 10 സ്ഥാനങ്ങളിലുമുണ്ട്. ഇടുക്കി 18ാം സ്ഥാനത്താണ്. പശ്ചിമഘട്ട മലനിരകളാണ് മണ്ണിടിച്ചിലിന് ഏറെ സാധ്യതയുള്ള പ്രദേശമായി റിപ്പോർട്ടിൽ പറയുന്നത്. ഹിമാലയൻ പ്രദേശങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ മണ്ണിടിച്ചിൽ കുറവാണെങ്കിലും കേരളത്തിൽ ജനസാന്ദ്രത കൂടിയിരിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിലെ ദുരന്തം ജനങ്ങളെ കൂടുതൽ ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. രാഷ്ട്രപതി ഭവനേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള പ്രദേശത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെന്ന് ISROയുടെ ഒടുവിലത്തെ ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണിക്കുന്നു. പട്ടണങ്ങളും വീടുകളും തകർത്തുകൊണ്ട് 8 കിലോമീറ്ററോളം അവശിഷ്ടങ്ങൾ ഒഴുകി. ചൂരമലയിലുണ്ടായ കനത്ത മഴയാണ് വൻതോതിലുള്ള മണ്ണിടിച്ചിലിന് കാരണമായതെന്നും നാഷണൽ റിമോട്ട് സെൻസിംഗ് കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഉരുൾപൊട്ടി ഒഴുകിയ അവശിഷ്ടങ്ങൾ കാരണം ഇരുവഞ്ഞിപ്പുഴ കരകവിഞ്ഞ് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ച് ഒഴുകിയെന്നും റിപ്പോർട്ടിലുണ്ട്.